അമൃതേശ്വരി നമ. നിന്ദയും സ്തുതിയും ഒരുപോലെ കാണണം എന്ന് ഗീത. പക്ഷെ അതിൻ്റെ താല്പര്യം എന്തെന്നറിയാതെ വിഷമിച്ച സാധകനോട് അമ്മ അരുളി, മക്കളെ, നന്ദിയോ പ്രശംസയോ പ്രതീക്ഷിച്ച് ചെയ്യുന്നത് കൂലിവേലയായി പോകും. അത് ആത്മശുദ്ധി നൽകില്ല. ചെയ്തതിനെപ്പറ്റി മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ നാം പ്രതികരിക്കും, ഓ, അതൊക്കെ ഈശ്വരകൃപയാൽ നടന്നതല്ലേ, ഞാൻ ഒരു ഉപകരണം മാത്രം. ഇത് ഇല്ലാത്ത വിനയം നടിക്കലാണ്. അത് അഹങ്കാരത്തിൻ്റെ സൂക്ഷ്മ പ്രകടനമാണ്. അതായത് വിനയമുണ്ടെന്ന അഹങ്കാരം. താൻ ആരുമല്ലെന്ന ഭാവമാണ് ഓരോ സാധകനും നേടേണ്ടത്. ഇന്ന് നാം ജീവിക്കുന്നത് അന്യൻ്റെ നാവിൻ തുമ്പിലാണ്. ചിന്തിച്ചു നോക്കൂ. സ്തുതിച്ചാൽ സന്തോഷം, നിന്ദിച്ചാൽ ദുഃഖം. രണ്ടും സാധകന് ദോഷം ചെയ്യും. നമഃശിവായ. നിന്ദാസ്തുതികളിൽ തളരാത്ത അമ്മ തന്നെയാകട്ടെ നമ്മുടെ മാതൃക.